നമസ്കാരം. ഉള്ളത് പറയാം. അയ്യപ്പ സംഗമം നടത്തി ശബരിമല വിശ്വാസികൾക്കൊപ്പമെന്ന് മേനി നടിച്ച സർക്കാരിന് തിരിച്ചടിയാവുകയാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പപാളികളിലെ തിരിമറി. സന്നിധാനത്ത് നിന്ന് ആർക്കു വേണമെങ്കിലും തോന്നിയ പോലെ ഉരുപ്പടികൾ കൊണ്ടുപോയി തോന്നുംപടി ചെയ്യാമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഓരോ കാരണം പറഞ്ഞ് എന്തിന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർക്ക് പിന്നിലെ ശക്തികൾ ആരൊക്കെ? എല്ലാം അന്വേഷിക്കണം എന്ന് പറയുന്നവർ തട്ടിപ്പിന് മറുപടി പറയേണ്ടവരാണെന്നത് വിചിത്രമാണ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ ഭക്തരെ ആകർഷിക്കുന്നവയാണ്. ശില്പങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന സ്വർണ്ണ നിറമുള്ള പാളി ആകർഷണം കൂട്ടുന്നു. ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി. ഒരു തവണയല്ല, 2 തവണ. 2019 ഈ മാസവും 2019 ഇപ്പോഴും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ചെന്നൈയിലേക്ക്. 2 തവണയും സ്വർണം പൂശാൻ. 2 തവണ കൊണ്ടുപോയതും ഒരേ സ്പോൺസർ, പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങളും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളും ശബരിമലയെ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊള്ള സംഘങ്ങളെ പോലെയുള്ള ആസൂത്രിത തട്ടിപ്പ്. ഒരിക്കൽ കിലോ കണക്കിന് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പ ആവരണം വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിടുക, അതും ചെമ്പുപാളികളെന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിലൂടെ. ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി കർണാടകത്തിലും തമിഴ്നാട്ടിലും വിശ്വാസികൾക്ക് മുന്നിൽ പൂജിക്കുക, പണം പിരിക്കുക. 1 മാസം കഴിഞ്ഞ് ചെന്നൈയിൽ സ്വർണം പൂശാൻ കൊണ്ടുവരുമ്പോൾ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ പരിശോധിച്ചപ്പോൾ ചെമ്പുപാളികൾ. അപ്പോൾ നേരത്തെ പൊതിഞ്ഞ കിലോ കണക്കിന് സ്വർണം എവിടെ? ചെമ്പുപാളികളിൽ സ്വർണം പൂശി ഇവ തിരിച്ചെത്തിക്കുമ്പോൾ ആകെ ഭാരത്തിൽ 4 കിലോ കുറവ്. ചോദ്യങ്ങൾ പലതാണ്. 1998 വ്യവസായി വിജയ് മല്യ ഇതേ പാളികളും സ്വർണത്തിൽ പൊതിഞ്ഞതാണ്. അതാരും നിഷേധിക്കുന്നുമില്ല. എത്ര സ്വർണം എന്നതിൽ മാത്രമേ കണക്കില്ലാതെ ഉള്ളൂ. സ്വർണ്ണപ്പാളികൾ എന്നല്ല, ചെമ്പുപാളികൾ എന്ന് പറഞ്ഞ് സ്വർണം പൂശാൻ 2019 ദേവസ്വം ബോർഡിന്റെ വിചിത്രമായ ഉത്തരവ്. അത് ഇവ സന്നിധാനത്ത് നിന്ന് കടത്താനല്ലേ? ശബരിമലയിലെ മൂല്യമേറിയ വസ്തുക്കൾ അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് തന്നെ വേണം. എന്തിനാണ് കേരളത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയത്? കേരളത്തിന് പുറത്തു കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ചത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എന്ന് പറഞ്ഞാണ്. ചിത്രങ്ങളിലും ഇത് വ്യക്തം. പിന്നെന്തിന് അവ വീണ്ടും സ്വർണം പൂശി? വിശ്വസിക്കാവുന്ന കാര്യം ഇതുമാത്രം. 2019 സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശിയ പാളികളല്ല തിരിച്ചെത്തിച്ചത്. അതല്ലെങ്കിൽ എന്തിന് ഈ തിരിമറികൾ നടത്തി? ഉത്തരം പറയേണ്ടവരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉള്ളത്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ഉണ്ട്.